ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവലിംഗിലാണ്. നമ്മൾ ബൈക്കിൽ ഇതേ മുമ്പിൽ പോണ സ്കൂട്ടറിൽ പോണ ആൾക്കാരെ പിടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത് പ്രിയം എടുത്തും കൂടി ഇതേ തകർത്ത് മുന്നിൽ ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തൃശ്ശൂർ ഹൈലൈറ്റ് മാളിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ ഹൈലൈറ്റ് മാളിൽ നമ്മൾ ആദ്യമായിട്ട് വരികയാണ്. അപ്പോൾ അത് ഈടത്തിൻ്റെയും അതുപോലെ തന്നെ ഇടുവിൻ്റെ വലിയ ആഗ്രഹമാണ് മാളുകളിൽ പോകാന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ പോയിട്ടുണ്ട്, നമ്മുടെ ശോഭാ സിറ്റി പോയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഹൈലൈറ്റിൽ തന്നെയാണ്. അപ്പോൾ ഹൈലൈറ്റിൽ വന്ന് നമ്മളൊരു കറക്കമൊക്കെ കഴിഞ്ഞത് ഈസി ബൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ കയറി. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പർച്ചേസ് നടത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം. ഇപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. ഏകദേശം ഒരു 4,000-4,500 രൂപയുള്ള സാധനങ്ങളൊക്കെ അതേ നമ്മൾ പർച്ചേസ് ചെയ്ത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇനി നമ്മുടെ മുന്നേ ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഇവിടെ സിനിമാ തിയേറ്ററും അതുപോലെ തന്നെ ഗെയിം സോണും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അതിൽ ഈടത്തിനും ഇടനും വലിയൊരു നിരാശയുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് കോർട്ടിൽ പോയി പർച്ചേസ് ഒക്കെ നടത്തി അങ്ങോട്ട് ആ ഒരു നിരാശ അങ്ങോട്ട് തീർക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നു. അപ്പോൾ ഇവിടെ ഒരു 4 ബബിൾ ടീ, അതുപോലെ തന്നെ എന്താണ് ബോൺലെസ് ചിക്കൻ്റെ ഒരു സംഭവം, അതുപോലെ നമ്മളൊരു ബിരിയാണി ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ബെല്ലടിച്ചു. അപ്പോൾ ഈടത്തേ ഓടിയാണ്. ഈടത്തിന് വിശന്നിട്ട് പാടില്ല. അപ്പോൾ ഈടത്ത് സാധനം കൊടുക്കാൻ വേണ്ടി ഓടി കുറേ ഓടി പ്രീ ഓടി. അപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടിരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ബബിൾ ടീ എത്തി. അപ്പോൾ 3 ബബിൾ ടീ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഫുഡുകൾ എത്തി. അതുപോലെ ഒരു പിസ്സ ഉണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്ത് അതെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ആദ്യം തന്നെ ബബിൾ ടീ അങ്ങോട്ട് കഴിച്ച് തീർത്തു. അതിനുശേഷം നമ്മുടെ ബിരിയാണി, അതുപോലെ തന്നെ ബോൺലെസ് ചിക്കൻ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരുപാട് ക്വാണ്ടിറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും മേടിച്ചിട്ട് ഞങ്ങൾക്ക് 4 പേർക്ക് കഴിച്ചതിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ഫീൽ വന്നത്. തീർക്കാൻ പറ്റില്ല. അങ്ങനെ പ്രിയം എടുത്തും കൂടി എനിക്ക് പോയി ഞങ്ങളോട് കഴിച്ച് തീർക്കാൻ പറഞ്ഞെങ്കിലും ഞാനും ഇടവും ഫെയിലിയർ ആയി എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞങ്ങളിങ്ങനെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഒരു അൽഫാം ചിക്കന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗെയിം സോണിൽ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഞങ്ങൾ ഈ കാണുന്ന ട്രെയിനിൽ കയറി തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ് ഈ ട്രെയിനിൽ ഈടാക്കുന്നത്. അങ്ങനെ ഈ ട്രെയിനിൽ കയറി, ഈ ട്രെയിൻ ആണെങ്കിൽ ഒരു 2 റൗണ്ട് കറക്കുമെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കയറി, ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് കുട്ടികളെ മാത്രം കയറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്. പിന്നെയാണ് അവർ പറഞ്ഞത് പേരൻസിനൊക്കെ കയറ്റും, അഡൽറ്റിനെ കയറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കയറി. വലിയ ആൾക്കാർ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റിനുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ കയറിയാൽ നമുക്ക് എല്ലാ സ്ഥലത്തും പോയി വരാം എന്നുള്ളത് ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ കയറിയ ഫുഡ് കോർട്ടിൻ്റെ അടിയിലായിട്ടുള്ള ആ ഒരു ഭാഗത്താണ് ഈസി ബൈയുടെ ഒക്കെ ഷോപ്പിൻ്റെ മുമ്പിൽ കൂടിയൊക്കെയുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അത് ചുറ്റിക്കാണാനായിട്ട് ഈ ഫുഡ് കോർട്ട് ഈ ഒരു ട്രെയിനിൽ കയറിയാൽ പറ്റും. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഏകദേശം നമ്മുടെ തിയേറ്ററും അതുപോലെ തന്നെ ഗെയിം സോൺ ഒഴിച്ച് ബാക്കി ഒട്ടുമിക്ക ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഷോപ്പുകൾ ചിലതൊക്കെ ഓപ്പൺ ആകാനായിട്ട് ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമാ തിയേറ്ററിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണമെന്നാണ് കേട്ടത്. അപ്പോൾ അവർ ഓക്യുപ്പേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഗെയിം സോൺ അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ തൃശ്ശൂർ കാലിക്കറ്റ് ചെയ്തേക്കണം. അതേ ടീമിനെ ഇവിടെയും ചെയ്യാന്നുള്ളതാണ് കേട്ടേക്കണം. അപ്പോൾ അതും ഓണത്തിനൊക്കെ ഓപ്പൺ ആവുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ യാത്ര കണ്ടതേ ഭയങ്കര രസകരമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രെയിൻ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അധികം വൈകാണ്ട് തന്നെ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ നിന്ന് പോയി. ഏകദേശം ഒരു ഹാഫ് ഡേ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല തിക്കും തിരക്കായിരുന്നു. ഞങ്ങളൊരു ശനിയാഴ്ചയാണ് പോയത്. ശനിയാഴ്ച ഭയങ്കര തിരക്കായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കട്ടെ.